ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് സാധാരണ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് കായും ബീഫ്. അപ്പൊ നമ്മുടെ വീടുകളിൽ ഒരു 3-4 തരത്തിലൊക്കെ കായും ബീഫും വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മൾ ക്രിസ്ത്യൻ കല്യാണങ്ങളുടെ തലേന്ന് നമ്മള് അവിടെ പോകുമ്പോൾ കിട്ടുന്ന രീതിയിലുള്ള ഒരു കായും ബീഫും കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറവായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഡിഷുകളൊക്കെ വേറെ ഉണ്ടാവും, കാറ്ററിംഗുകാരാണ് കൊണ്ടുവന്ന് വെക്കണേ, അങ്ങനെയൊക്കെ ആയിത്തീർന്നു. പക്ഷെ പണ്ട് എപ്പോഴും ആകെ ഈ ഒരു ഡിഷും അതിന്റെ കൂടെ നല്ല ചൂടി ചോറും ഇത് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും, അത് പണ്ടുള്ളവർക്ക് അറിയാം, ഭയങ്കര ടേസ്റ്റ് ആണ് ഈ സംഭവം കഴിക്കാൻ. അപ്പൊ അങ്ങനെയുള്ളൊരു ഡിഷാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണേ. അപ്പൊ അത് മാത്രമല്ല, ഇന്ന് നമ്മള് പലരും നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആവശ്യപ്പെട്ടതാണ് ഇതിന്റെ കൂടെ എന്തെങ്കിലും ചെറിയ സർപ്രൈസ് ഒക്കെ എന്തെങ്കിലും വ്യത്യാസമായിട്ട് എന്തെങ്കിലും വേണമെന്നുള്ളത്. അപ്പൊ ഇന്ന് അങ്ങനെ ഒരു സർപ്രൈസും കൂടി ഇതിന്റെ ഇടയിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കല്യാണ വീട്ടിലത്തെ കായും ബീഫും കറി വെക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇപ്പൊ 3 പേര് മാത്രമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ഞാൻ കാണിക്കണത്. കല്യാണ വീട്ടിലെ പോലെ ഒന്നും കാണിച്ചാൽ അവിടെ കഴിക്കാൻ ആൾക്കാരില്ല. അപ്പൊ ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ഒരു 1/2 കിലോ ബീഫാണ് കേട്ടോ. 1/2 കിലോ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെക്കുമ്പോ ഉള്ള പ്രത്യേകത, അപ്പൊ ഞാൻ വേവിച്ച് വെച്ചൊരു 2-3 വിസിലടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മള് ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലിട്ടു. കുക്കറിലിട്ടിട്ട് നമ്മൾ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഉള്ളി ഒരു 6-7 ഉള്ളി, പിന്നെ പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ഞാൻ ചതച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചു. എന്നിട്ടാണ് ഞാൻ വേവിച്ചെടുത്തേക്കണത്. പിന്നെ നമ്മള് ഇവിടെ 3 കായാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായ. അത് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി വേണം, അതുപോലെ ആവശ്യത്തിന് ഓയില്, സോൾട്ട്. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാനൊരു 7-8 ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 10-15 നമ്മുടെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കായ ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കായ നുറുക്കിടാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ മഞ്ഞളില് നമ്മൾ കായ മഞ്ഞൾ വെള്ളത്തിൽ നുറുക്കിയിടുമ്പോ അതിലെ കറയൊക്കെ അതിലേക്ക് ഇറങ്ങിപ്പോക്കോളും. പിന്നെ ഞാൻ ചെയ്യുന്നത് കയ്യിൽ കുറച്ച് വെള്ളം തേച്ചിട്ട് ഉപ്പ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒരു വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര കായ നുറുക്കിയാലും കയ്യില് കറ പിടിക്കില്ല കേട്ടോ. ഇനി കായ നുറുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം കളഞ്ഞു, ഈ ഭാഗം കളഞ്ഞു. എന്നിട്ട് ഈ ഏണുകൾ മാത്രം നമ്മൾ ചെത്തിക്കളയാം. തൊലിയോട് കൂടിയിട്ട് വേണം നമ്മൾ നുറുക്കിടാൻ. പിന്നെ ഇങ്ങനെ അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ വേണമെങ്കിൽ ചെത്തിക്കളയാം കേട്ടോ. എന്നിട്ട് നമ്മൾ 4 വലുപ്പത്തിൽ വേണം നുറുക്കിയെടുക്കാൻ. ഇത്ര വലുപ്പത്തിൽ വേണം കേട്ടോ നുറുക്കിയെടുക്കാൻ. ഇനി നമ്മൾ ഇത് ഒരു 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ട് നമുക്ക് ആ ബീഫിന്റെ ഒപ്പം ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. അപ്പൊ ഞാൻ കായ ഇവിടെ കഴുകി എടുത്ത് കൊണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കുക്കറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫ് വെന്ത കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ ഓൾറെഡി.
അപ്പൊ എന്റെ കയ്യിൽ ഒന്നും കറിയൊന്നും ആയില്ല. ഇനി ഇത് തൊലി ഫുള്ള് കളിയായാലും കയ്യിൽ കറിയൊന്നും ആവില്ല. എത്ര കായ നുറുക്കിയാലും ഇതുപോലെ ഇടയ്ക്ക് ഇത്തിരി ഉപ്പ് തിരുമ്മിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറിയാണ്. നമ്മൾ കായ ഇട്ടത് അതിലേക്ക് നമ്മള് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കായയിലേക്ക് ആവശ്യമുള്ള സോൾട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കായ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ജസ്റ്റ് കായ വേവാനുള്ള വെള്ളം മാത്രം. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കായ വെന്തുടഞ്ഞാൽ വേറെ രീതിയിലായി പോകും. നമുക്ക് കവർ ചെയ്തിട്ട് ഒരു 2 വിസിൽ. അപ്പൊ നമ്മുടെ കായ അവിടെ ഇരുന്ന് 2 വിസിലടിക്കണം. അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ചെറിയ സർപ്രൈസ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ഇപ്പൊ ചാനലൊക്കെ തുടങ്ങി കുറച്ചായപ്പോ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി എത്ര വയസ്സായി എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് സാധാരണ പറയാറ് നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് തിരിച്ചു ചോദിക്കും. അപ്പൊ അവരെന്നോട് പറയും 28 വയസ്സ്. അപ്പൊ ഞാനും പറയും അപ്പൊ എനിക്ക് 28 വയസ്സ്. അതല്ലല്ലോ ചേച്ചി, അല്ല, ചേച്ചിയുടെ മക്കളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേയുടെ ഒരു ഇതിൽ കാണിച്ചു, പിന്നെ ഓണത്തിന്റെ ഇടയിൽ 2 മക്കളെ കാണിച്ചു. അപ്പൊ അത് വലിയ മക്കളാണല്ലോ എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ വയസ്സ് പറയാൻ വേണ്ടിയിട്ടല്ല ഈ സർപ്രൈസ് തരുന്നത്. നമ്മുടെ വീട്ടമ്മമാർക്ക് സാധാരണ എല്ലാവരും പറയുന്നത് ഒരു 30 above ഉള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്, അയ്യോ 2 സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് മുട്ട് വേദന എടുക്കണു, അല്ലെങ്കിൽ കുറച്ചു നേരം നിന്ന് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ മുട്ട് വേദന എടുക്കണു എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഒരു ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണ ഒരു മിനിമം 4 പ്രാവശ്യമെങ്കിലും മിക്കവാറും ദിവസങ്ങളില് 13 നില കയറി ഇറങ്ങും. അതായത് 1 മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്തിട്ട് കയറി ഇറങ്ങണ ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് മുട്ടുവേദനയൊന്നുമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ചെറിയ എക്സസൈസ്, ഇപ്പൊ എന്ന് പറഞ്ഞ സംഭവം ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് ജിമ്മൊന്നും തുറക്കാത്ത കാരണം, കുറെ നാളായിട്ട് ജിമ്മിൽ പോകാത്ത കാരണം ആ ഒരു സ്റ്റാമിനൊക്കെ കുറഞ്ഞു. എന്നാൽ പോലും നമുക്ക് ആ വേദനകൾ വരാണ്ടിരിക്കാൻ വീട്ടമ്മമാർക്കും അതുപോലെ മറ്റുള്ളവർക്കും പരീക്ഷിക്കാവുന്ന ഒരു ടിപ്പ്. അപ്പൊ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ പോണത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലെഗ് സ്റ്റാൻഡ് എന്ന് പറയും. നമ്മുടെ തൈസും നമ്മുടെ മുട്ടും ഒക്കെ സ്ട്രോങ് ആണെന്ന് കാണിക്കാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കൈ ഇങ്ങനെ പിടിക്കുന്നു. 1 2 3 4 5. ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റേ ലെഗും കൂടിയും ചെയ്യാം. 1 2 3 4 5. അപ്പൊ കുക്കിങ്ങിന്റെ ഇടയിൽ ഒരു കുഞ്ഞ് എക്സസൈസ് ആയി. അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എന്ന് ചിലർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എന്ന് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നാം, എന്നാൽ കുറെ പേർക്ക് ചെയ്യാൻ പറ്റും ചെയ്യും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് എന്തായാലും കമന്റ് ബോക്സിൽ വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെറുതായിട്ട് 1 പ്രാവശ്യമെങ്കിലും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് 5 പ്രാവശ്യമെങ്കിലും ഒരേ ലെഗും ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ചെയ്യും. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 65 above ആയി കഴിഞ്ഞാലും മുട്ടുവേദന വരില്ല ഇത് ചെയ്യാൻ പറ്റണവർക്ക്. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. മൂക്ക് മൊത്തം വേണ്ടിട്ട് ലിസ്ബി കിച്ചനെ കുറ്റം പറയായിരിക്കാം. ഓക്കെ, നമ്മുടെ ഉരുളിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാണ്. വെളിച്ചെണ്ണ ആയാൽ കൂടുതൽ നല്ലത്. അപ്പൊ എണ്ണ ചൂടായി തുടങ്ങിയിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും അതിനൊപ്പം തന്നെ ഈ കറിവേപ്പില എടുത്തു വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ സ്പൈസ് പൗഡേഴ്സ് എല്ലാതും, അതായത് 1.5 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കായും ബീഫും കൂടി വേവിച്ചത് ഇട്ട് കൊടുക്കാം.
ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ഒഴിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഇതില് നെയ്യുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഉഷാറാവും. അപ്പൊ ശരിക്കും നമ്മുടെ പണ്ടത്തെ കല്യാണ വീട്ടിലത്തെ ആ ടേസ്റ്റ് ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾക്ക് കിട്ടും ഷുവറാണ്. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് ഷെയർ ചെയ്യാം. അപ്പം അടുത്ത തവണ നമുക്കൊരു ഉഗ്ര റെസിപ്പിയുമായി കാണാം. ബൈ.